ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം 1.5 മാസത്തോളമായി. അപ്പോൾ ഞാൻ മകൻ്റെ കല്യാണവും അതിൻ്റെ തിരക്കിലൊക്കെ ഇരുന്ന് അപ്പോൾ അവർ കാനഡയിൽ നിന്ന് ഒരു മാസത്തെ ലീവിന് മോനും മോളും മരുമോനും എല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ്റെ കല്യാണം വരുന്നു ജനുവരിയിൽ 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കണത്. കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളെടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇത് മോള് കൊണ്ടുവന്നതാണ് ഈ പാത്രങ്ങൾ. റോക്ക് എന്നാണ് ഈ പാത്രത്തിൻ്റെ പേര്. നോൺ സ്റ്റിക്കിൻ്റെ മാർബിൾ കോട്ടിങ്ങുള്ള പാത്രമാണിത്. നല്ല റോക്ക് എന്ന് പറഞ്ഞാൽ പാറയുടെ പോലത്തെ തന്നെ നല്ല കനമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ഒരു കോംബോ ആയിട്ടാണ് വന്നത്, ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇത് നമുക്ക് ബീഫും ചിക്കനൊക്കെ വെക്കാൻ പറ്റിയ നല്ല വലിയ പാത്രമാണ്. മറ്റേത് നമുക്ക് ഫ്രൈ ചെയ്യാനും മീൻ ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയ പാത്രം. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാത്രമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. കുറേ ദിവസം താമസിച്ചാൽ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇട്ടതാണ്. അപ്പോൾ ഇത് വൈൻ ഗ്ലാസിൻ്റെ സെറ്റാണ്. പിന്നെ ഇത് പാൽപ്പൊടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 കിലോഗ്രാം 900 കിലോഗ്രാമിൻ്റെയാണ് ഈ പാൽപ്പൊടി. അപ്പോൾ ഇത് ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയാകും. പിന്നെ ഇതൊരു രൂപത്തിൻ്റെയൊക്കെ അവിടെ നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഞാൻ മോനും മോളൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന്. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി ഇത് ഗാർലിക് പൗഡറാണ്. അപ്പോൾ നമുക്കിത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഗാർലിക് പൗഡർ. മറ്റേത് തന്തൂരി മസാലയാണ്. തന്തൂരി ചിക്കനും മീനൊക്കെ തന്തൂരി ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ഓയിൽ സ്പ്രേ ചെയ്യണതാണ്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും നമുക്ക് ഓയിൽ ആവശ്യമുള്ളപ്പോൾ സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ ഇത് തേനാണ്, ഒറിജിനൽ തേനാണിത്. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ നിന്ന് കയറ്റി അയക്കണതാണോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഒറിജിനലായിട്ടാണ് ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യണത്. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ തേൻ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ബോഡി ക്ലെൻസറൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല മോഡലും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോഡി വാഷും സ്പ്രേയും അതും ഇതൊക്കെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ വെച്ചിറന്നത് എടുത്ത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പിന്നെ മിഠായികളൊക്കെ കുറേ തരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സ്വന്തക്കാരുടെ വീടുകളിലും എല്ലാം കൊടുത്തു കഴിഞ്ഞ്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അധികം ഉപയോഗിക്കണില്ല, കല്യാണത്തിൻ്റെ തിരക്കായ കാരണം. കുറച്ച് മിഠായികളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് പിസ്തയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടും കൂടി ഇല്ല. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒന്നും ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കിംഗ് ചാനലായ കാരണം ആ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അന്നൊക്കെ ആയാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ അവർ 1 മാസത്തെ ലീവ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു പോയി അവർ. അപ്പോൾ മരുമോള് വീട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കൊണ്ടുവന്ന ഐറ്റംസ് കുറച്ചൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, 2-3 കൊണ്ടുവന്ന്. അതിപ്പോൾ ഉദാഹരണം ഞാൻ എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ എടുത്ത് മേശമ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. അങ്ങനത്തെ 2 പേരും മോനും മോളൊക്കെ പലതരം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതും ഒരു രൂപത്തിൻ്റെ അവിടെയൊക്കെ കത്തിക്കണ തിരിയാണ്. അപ്പോൾ ഇത് നമുക്ക് കത്തിക്കുമ്പോൾ നല്ല മണം വരും, നല്ല സുഗന്ധമുള്ളൊരു തിരിയാണത്. പിന്നെ മിഠായികൾ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.